ഹായ് ഗായ്സ്, അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ നാട്ടിലാണ് ഉള്ളത്. ഞങ്ങൾ നാട്ടിൽ പോയത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ എല്ലാ വട്ടവും ഞങ്ങൾ ഈ ഒരു ദിവസം ആകുമ്പോൾ നാട്ടിൽ പോകാറുണ്ട്. അപ്പോൾ ഉത്സവ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനാണ് ഇന്ന് ചിക്കൻ കറി വെക്കാൻ പോകുന്നത്. അമ്മ ബാക്കി പണികളെല്ലാം അമ്മ ഒതുക്കി. അപ്പോൾ ഞാൻ ഓർത്തെങ്കിൽ ഞാൻ ചിക്കൻ കറി വെക്കാം. ഞാനാണെങ്കിൽ നേരത്തെ തന്നെ ചിക്കനകത്ത് അരപ്പെല്ലാം പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ ആ ഉരുളിയിലിട്ടിട്ട് ഉള്ളി അങ്ങ് നേരത്തെ വാട്ടിയെടുത്തു. അപ്പോൾ ഈ ചിക്കൻ ആണെങ്കിൽ അമ്മ ഒന്ന് കൊട്ടിയതേ. അപ്പോൾ അമ്മ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ എതുക്കുട്ടം വന്നിട്ട് മാമൻ്റെ അങ്ങ് പോകാമെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ഈ ചിക്കൻ കറി ഒന്ന് വേഗത്തിൽ ഉണ്ടാക്കിയിട്ട് ഞാൻ മാമൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എൻ്റെ മാമൻ്റെ വീട് അടുത്താണ്. എൻ്റെ ഷോർട്സിലൊക്കെ ഞാനത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടവർക്കറിയാം. ഞാൻ കൂടുതൽ ടൈമും ഞങ്ങൾ അവിടെയാണ് കേട്ടോ ഉള്ളത്. ഞാനാണെങ്കിൽ അവിടെ നേരത്തെ ജോലിയെല്ലാം ഒതുക്കിയിട്ട് ഞാൻ മാമൻ്റെ അങ്ങോട്ടേക്ക് പോരുന്നേ. അപ്പം മാമിയാണെങ്കിൽ അവിടെ ബീഫാണ് വാങ്ങിയത്. അപ്പോൾ മാമി അതിൻ്റെ തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ. ആ നിൽക്കുന്നത് എൻ്റെ അനിയനാണ്. അപ്പോൾ ഞാൻ പോകുന്നതിൻ്റെ പുറകെ അവൻ ഇങ്ങ് പോരുന്നു. ഞാൻ ചെന്ന ടൈമാണെങ്കിൽ അവിടെ ജോലിയൊന്നും ആയിട്ടില്ല. അപ്പോൾ എല്ലാം തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാനാണെങ്കിൽ ബീഫിനുള്ള ഉള്ളിയൊക്കെ അവിടെ നിന്ന് പൊളിക്കുകയാണ്. അപ്പോൾ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അവിടെ വലിയൊരു ഭരണിയിലാണെങ്കിൽ ഇതുപോലെ മാങ്ങ ഉപ്പിലിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഏതുവിനാണെങ്കിൽ അത് കയറി ഇറങ്ങി കഴിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്കൂടെ ഒരെണ്ണെടുത്ത് തരണേന്ന്. അപ്പോൾ മാമനാണെങ്കിൽ രാവിലെ ബീഫ് വാങ്ങിയിട്ട് വന്നപ്പോൾ അതിൻ്റെ കൂടെ ഒരു കുറച്ച് ലിവറൂടെ വാങ്ങിയായിരുന്നു. അപ്പോൾ ലിവറിൻ്റെ പണി ഞാൻ ഏറ്റെടുത്ത്. ഹായ് കാണിച്ചേ, ഹായ് കാണിച്ചേ. ഞങ്ങൾ ഈ ഉത്സവത്തിന് ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, റിലേറ്റീവ്സിനെ ആരെയും. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഒരു ഉത്സവം കൂടെ വരാനുണ്ട്. അപ്പോൾ പിള്ളേർക്കെല്ലാം വെക്കേഷൻ ആ ടൈമിൽ മെയിലാണ്. അപ്പോൾ അതിനെല്ലാവരെയും വിളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കയറി ഇറങ്ങി നടക്കുന്നതാണ് എൻ്റെ അമ്മാമ്മ. ആ ഇരിക്കുന്നത് എൻ്റെ അപ്പാപ്പൻ. പിന്നെ വീഡിയോ എടുത്തോണ്ട് കിടക്കുന്നത് എൻ്റെ മാമൻ്റെ മോനാണ്. അവനെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചത്. അവന്മാർ മാങ്ങയെല്ലാം പറക്കി കഴിക്കുകയാണ്. ഞാനാണെങ്കിൽ ലിവർ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ആദ്യം എണ്ണ ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിട്ട് കൊടുത്ത് അതിൻ്റെ കളറൊന്ന് മാറി വന്നപ്പോഴത്തേക്ക് പിന്നെ ചെറിയുള്ളിയാണ് ചേർത്തത്. ചെറിയുള്ളി കുറച്ച് ആഡ് ചെയ്ത് ചെറിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് പിന്നെ അത് നന്നായിട്ട് പിന്നെ ആ ഉള്ളി ഒന്ന് വാടി വന്ന സമയത്ത് ഞാൻ പൊടികളെല്ലാം ഇട്ട് കൊടുത്തേ. മഞ്ഞൾപ്പൊടിയും ശകലം മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇത്ര ഇട്ട് കൊടുത്തുള്ളൂ. കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ഈ കരൾ വേവിക്കുന്നതിന് മുന്നേ ഞാനിത് കുക്കറിലിട്ടൊന്ന് അടിച്ചായിരുന്നു കേട്ടോ. അത് പിന്നെ നന്നായിട്ട് ഡ്രൈ ആക്കി കൊടുക്കുകയാണേ. ആദ്യം ഈ ലിവർ കുക്കറിലിട്ടൊന്ന് അടിച്ചതിന് ശേഷമാണ് കേട്ടോ ഞങ്ങളിത് വേവിക്കാൻ തുടങ്ങിയത്. ഞാനാണെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഒരു ഏകദേശം ഐഡിയ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷെ അങ്ങോട്ട് സെറ്റായില്ല. മാമിയാണെങ്കിൽ പിന്നെ അതിനകത്ത് ശകലവും കൂടെ മസാലയൊക്കെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞപ്പോഴാണ് അത് ശരിക്കും നന്നായത്. മാമി പിന്നെ അതിൻ്റെ കുറവുകളെല്ലാം നികത്തി സെറ്റാക്കി തന്നെ. അതിനുശേഷം ചീനിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ എങ്ങനെ ഇടേണ്ടതെന്ന് മാമി പറഞ്ഞു തരികയാണേ. ഫ്രൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ തേങ്ങ അതിനകത്ത് ഫ്രൈ ചെയ്തിരുന്നോ? നമ്മൾ അരക്ക് ചതച്ച് വെക്കുമല്ലോ, അതിങ്ങനെ എണ്ണ കടുക് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഫ്രൈ പോലെ ആക്കിയിട്ട് അതിനകത്തിട്ട് കുഴക്കാമെങ്കിൽ പിന്നെ അത് ചീത്തയാകത്തില്ല. അപ്പോഴേക്കും പിന്നെ വെളിയിൽ തടുപ്പയിൽ ബീഫ് അങ്ങ് കൂട്ടിയേ. ലിവർ ഫ്രൈ ശരിയായപ്പോൾ പിന്നെ ഞങ്ങൾ ചീനിയും കൂട്ടി അത് കഴിക്കുകയാണ് പിള്ളേരൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾ ബീഫൊക്കെ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഉത്സവം കാണാൻ പോയേ. ഫുഡ് കഴിക്കുന്നത് മറ്റൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വൈകിട്ടാണെങ്കിൽ ഞങ്ങളുടെ അവിടെ ഒരു അടുത്തായിട്ട് തന്നെ കേട്ടോ ഈ ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടെ വന്നിട്ടാണ് പിന്നെ അമ്പലത്തിലോട്ട് പോകുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് പോയി. പിന്നെ അതിൻ്റെ ആങ്ങളുടെയൊക്കെ പ്രോഗ്രാം ആയിരുന്നു വൈകിട്ട് അമ്പലത്തിലുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ഉത്സവമായിരുന്നു. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ മൂത്ത മാമൻ്റെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. ഇത്രയൊക്കെ ഉള്ളൂ ഉത്സവത്തിൻ്റെ വിശേഷങ്ങൾ. കൂടുതൽ പാട്ടും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാവേ. ബായ്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്കും ചെയ്യുക കേട്ടോ. ഒന്ന് ലൈക്കും ചെയ്ത് ഷെയറും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. പ്രോഗ്രാം ഇഷ്ടപ്പെടുന്നുണ്ടോ?